ഹലോ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. ഇതിനു മുമ്പ് കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഏകദേശം ഒരു 10-12 എണ്ണം. ഇതുവരെ അത് ആരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. വലിയ രസമുള്ള എസ്തറ്റിക്സ് ഒന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ പോകരുത്. ഒരു നോർമൽ വീഡിയോ ആണ്. പിന്നെ ഞാനൊരു ബിഗിനറാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഷൂട്ട് ചെയ്യുന്ന രസം ഉണ്ടാവില്ല, കുറച്ച് എസ്തറ്റിക്സ് കുറവാകും, ക്യൂട്ട് കുറവാകും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ലോങ് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു. നമ്മുടെ ലോങ് വീഡിയോയുടെ മെയിൻ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SLC കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ്. നമ്മുടെ SLC എക്സ്പീരിയൻസ്, എൻ്റെ SLC എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് വോയിസ് ഓവർ ചെയ്യുന്നുണ്ട്, ഞാൻ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ വരും, അത് ക്ഷമിക്കുക. അപ്പോൾ ഈ വർഷം SLC പഠിക്കുന്ന കുട്ടികൾക്ക്, 10th പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, എല്ലാവരും മാക്സിമം 10th ലൈഫ് എൻജോയ് ചെയ്തോളൂ. കാരണം ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കും. ഈശ്വര, ഇത്രയൊക്കെ പഠിച്ച് ഇത്രയും നല്ല മാർക്ക് കിട്ടി, ശരി ഇപ്പോൾ ഒന്ന് ആദ്യം കുറച്ച് എൻജോയ് ചെയ്യായിരുന്നു, എന്നിട്ട് മതിയായിരുന്നു പഠിത്തം എന്ന് എപ്പോഴും നിങ്ങൾ ആലോചിക്കും. ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നതാണ്. +1 +2 നമ്മൾ അഡ്മിഷനൊക്കെ എടുത്ത് പുതിയ ബുക്കും കാര്യങ്ങളൊക്കെ മേടിച്ച് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുമ്പോഴാവും നമ്മൾ ആ 10th ലൈഫ് ഇങ്ങനെ ഓർക്കുക, എന്ത് അടിപൊളി ഡേയ്സ് ആയിരുന്നു അത് എന്ന്. സോ ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുക. ഫുള്ള് സ്ട്രെസ്ഫുള്ളായിട്ട് നിങ്ങൾ പഠിക്കണ്ട, കാരണം അങ്ങനെ പഠിക്കാനുള്ള നമ്മുടെ അടുത്ത ക്ലാസ്സസ് വന്നുകൊണ്ടിരിക്കുകയാണ്. +1 +2 ഹയർ സ്റ്റഡീസൊക്കെ നമുക്ക് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട സമയമാണ്. കാരണം അതൊക്കെയാണ് നമ്മുടെ ലൈഫിൻ്റെ കുറച്ചും കൂടി കുറച്ചും കൂടി ഡിസൈഡ് ചെയ്യാൻ പോകും നമ്മുടെ ലൈഫിനെ. ഇത് ജസ്റ്റ് ഒരു അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ മക്കളെ, നിങ്ങൾ ഒരു കാര്യം മാത്രം 10th പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, എൻജോയ് ചെയ്യുക, വല്ലാണ്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട. പക്ഷേ വരുന്ന എല്ലാ എക്സാംസിനെയും സീരിയസ് ആയിട്ട് കാണുക. എനിക്കെന്നൊക്കെ പറയുമ്പോൾ ഓൺ എക്സാം, ക്രിസ്മസ് എക്സാമിനൊക്കെ A+ ഉള്ള എണ്ണമൊക്കെ വളരെ കുറവായിരുന്നു, മോഡലിലും ഒക്കെ കുറവ് തന്നെയായിരുന്നു. ബട്ട് ലാസ്റ്റ് ഫൈനലിൽ നമ്മൾ കയറി വന്നു. എനിക്ക് 9 A+ഉം ഒരു A ആണ് ഉള്ളത്. ഞാൻ റീവാലുവേഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കിട്ടുന്ന പ്രതീക്ഷയൊന്നും എനിക്കുണ്ടായില്ല. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിപ്പെട്ടത് നമ്മൾ എല്ലാ എക്സാംസും സീരിയസ് ആയി കാണുക. ഇപ്പോൾ ഈവൻ ഒരു യൂണിറ്റ് ടെസ്റ്റ് ആയിക്കോട്ടെ, എന്തായാലും സീരിയസ് ആയി കാണാം. പിന്നെ നമ്മുടെ SLC എന്താ പറയുക, നമ്മുടെ മാർക്ക് നമുക്ക് ഈ അഡ്മിഷൻ പ്രോസസ്സിന് മാത്രം ഉപകാരപ്പെടുക. ഇപ്പോൾ നമുക്ക് മാർക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രയലിലും കിട്ടില്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും കിട്ടില്ല, ചിലപ്പോൾ സെക്കൻഡിൽ പോലും കിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വരെ 3rd അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു, പ്രാവശ്യം സെക്കൻഡ് വരെ ഉള്ളൂ. അപ്പോൾ സെക്കൻഡിലും കിട്ടിയാൽ നമ്മൾ പ്രൈവറ്റായി പോയി ചേരേണ്ടി വരും. നമ്മുടെ മാതാപിതാക്കൾക്ക് അതൊരു ഭാരമാവും, നമ്മളെക്കൊണ്ട് ഒരു വെറുതെ എന്തിനാ അല്ലേ? നമ്മൾ പഠിക്കുകയാണ് നല്ലത്. പക്ഷേ അത്ര സ്ട്രെസ് ചെയ്ത് പഠിക്കൊന്നും വേണ്ട. അത്യാവശ്യം കുറച്ച് നല്ല പോലെ ഇരുന്ന് പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അത്ര നല്ല ഡിഫിക്കൽട്ടായിട്ടൊന്നും അല്ല കേട്ടോ. പഠിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും, എന്ത് കഠോരമായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല ഗൈസ്, കുറച്ചും കൂടി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊന്നും ഒരു കട്ടിയുള്ളതല്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അടുത്തത് നമ്മുടെ സ്കൂൾ ലൈഫ്, ഫ്രണ്ട്സ്. ഒരുപാട് ഫ്രണ്ട്സ് സ്നേക്സായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ കൂടെ നടന്ന് പിന്നിന്ന് കുത്തുന്ന കട്ടപ്പന്മാർ വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പം നോക്കിയും കണ്ടിട്ടൊക്കെ വേണം നമ്മൾ ഈ 10th ലൈഫിനെ കൈകാര്യം ചെയ്യാൻ. കാരണം മറ്റുള്ളതിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റാണ് 10th ലൈഫ്. കാരണം 10th ലൈഫിൽ എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത വരും. നമ്മുടെ വീട്ടിൽ നിന്ന് പ്രഷറായിട്ടും ഒക്കെ ഒരു ചിന്ത വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനെ ശ്രമിക്കും. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് പോകുന്ന സാധനം മറ്റൊരാൾക്ക് കാണിച്ചു കൊടുത്ത്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ആവും. അപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മൾ കാണിച്ചു കൊടുക്കും, എന്താ പറയുക, ഒരു നന്മമരം കളിക്കുക നമ്മളോട്. അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കും, അവരെഴുതും, അവർക്ക് നല്ല മാർക്ക് കിട്ടും, നമുക്ക് നല്ല മാർക്ക് കിട്ടും. പിന്നീടാണ് മനസ്സിലാവുക അവർ നമ്മളെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ ഇപ്പം തന്നെ അതിനൊക്കെ ഒരു ബോർഡർ വയ്ക്കുക. അല്ലാണ്ട് ഓവറായിട്ട് വലിയ നന്മവരൊന്നും കളിക്കേണ്ട. നിങ്ങൾ ഈ 10th എന്തായാലും കുറച്ച് നെഗറ്റീവ്സ് വരും, അത് ഈ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ. കാരണം നമ്മുടെ ഫ്രണ്ട്സ് ഇവർ പഠിച്ച് അങ്ങനെ എങ്ങനെയൊക്കെ പറയും. അപ്പോൾ നിങ്ങളൊന്നും മൈൻഡ് ചെയ്യരുത്. കാരണം പഠിക്കേണ്ട സമയത്ത് പഠിച്ചാലാണ് നമുക്ക് ഇതുപോലത്തെ അഡ്മിഷൻ സമയത്ത് ടെൻഷൻ ഇല്ലാതെ പറ്റുള്ളൂ. അതുകൊണ്ട് പഠിക്കേണ്ട സമയത്ത് പഠിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഈ സ്നേക്സ് ആയിട്ടുള്ള ആൾക്കാരെ ഇത് ഒഴിവാക്കുക.
എനിക്കൊക്കെ ലേറ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അവരെന്നെ യൂസ് ചെയ്യായിരുന്നുള്ളത് ഞാൻ ലേറ്റായിട്ടാണ് മനസ്സിലായത്. എൻ്റെ കൂടെ നടന്ന് പിന്നിൽ നിന്ന് ചതിക്കുകയായിരുന്നുള്ളത് എനിക്ക് മനസ്സിലായത് ലേറ്റായിട്ടായിരുന്നു. കുഴപ്പമില്ല, എക്സാമും സ്കൂളും ഫെയർവെല്ലും ഒക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഇനിയിപ്പോൾ നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കിനി +1 +2 നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ തെറ്റ് പറ്റരുത്. ഇപ്പോൾ 10th പഠിക്കുന്ന കുട്ടികൾക്ക് ആ തെറ്റ് പറ്റരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ് കുറച്ച് കൂടുതൽ നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക. നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള സബ്ജക്ട്സ് ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി. മറ്റത് നല്ല തറവായിട്ട് ഇരുന്ന് പഠിക്കാൻ നോക്കുക. അത്യാവശ്യം ആ സബ്ജക്റ്റ് നല്ല വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, മാർക്സ് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാനൊരു ഡിസ്ക്ലെയിമർ തരാം. ആദ്യമേ തരേണ്ടതായിരുന്നു, പക്ഷേ ഇടയ്ക്ക് വെച്ചാണ് തരുന്നത്. ഞാൻ ഈ വീഡിയോ ക്ലിപ്പിലുള്ളതും ഞാൻ ഈ സംസാരിക്കാൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷെ നിങ്ങൾ എൻ്റെ സംസാരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. നമുക്ക് എന്തെങ്കിലും വിഷ്വൽസ് ഇടണ്ടേ, അതുകൊണ്ടാണ് ഇട്ടത്. ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെയോ അല്ലെങ്കിൽ ഹോം ടൂറിലൊക്കെ പോലെ പറയാം. ലാസ്റ്റ് ഭാഗത്ത് അങ്ങനെയാണ് വരുന്നത്, അങ്ങനെയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ, ഒരു ഡിസ്ക്ലെയിമർ പോലെ പറഞ്ഞതാണ് ഞാൻ. അപ്പോൾ അതാണ്, വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക. പിന്നെ ട്യൂഷനുള്ള ആൾക്കാരൊക്കെയാണ് വെച്ചാൽ ട്യൂഷന് പോകണ്ടെന്ന് ഞാൻ പറയില്ല. ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നിങ്ങളുടെ പോലെ ചെയ്യാം. പക്ഷേ ലാസ്റ്റ് നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കരുത്. ട്യൂഷൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റാതെ, രണ്ടും കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, ഒന്ന് മതിയായിരുന്നു എന്ന് ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് റിഗ്രറ്റ് വരരുത്. ഇപ്പോഴേ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് ഓപ്പണായിട്ട് പറയുക. അവരോട് ഓപ്പണായിട്ട് പറയുക എങ്ങനെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് എനിക്കിപ്പോൾ ട്യൂഷൻ വേണ്ട, രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടും മാനേജ് ചെയ്യാൻ കുഴപ്പമില്ല, അതും കൂടി കിട്ടുമ്പോഴാണ്, ട്യൂഷനോട് കിട്ടുമ്പോഴാണ് ഒരു ബാക്ക് സപ്പോർട്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ലാസ്റ്റ് ടൈം തോന്നി ട്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇല്ലായിരുന്നെങ്കിലും എനിക്ക് ഈ മാർക്ക് തന്നെ കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഞാൻ വലിയ കുഴപ്പമില്ലാതെ പഠിക്കുന്ന ഒരാളായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മുടെ SLC ടൈമിലത്തെ കുറച്ച് വീഡിയോസൊക്കെ കിടപ്പുണ്ട് ഷോർട്സിൽ, നിങ്ങൾ പോയി നോക്കിയാൽ മതി, നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒക്കെ ഉണ്ട് അതിൽ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പം പിന്നെ നമ്മൾ ഈ പബ്ലിക് എക്സാം എന്നല്ല, ഏത് എക്സാമിന് മുമ്പിലും നമ്മൾ പഠിച്ചത് മറക്കാതിരിക്കാനുള്ള കാര്യം ഓവർ ടെൻഷൻ അടിക്കാതിരിക്കുക. എക്സാമിനൊരു ടിപ്പാണേ, ഓവർ ടെൻഷൻ അടിക്കേണ്ട. പഠിക്കുന്ന സമയത്ത് അയ്യോ ഇതൊന്നും പഠിച്ച് തരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുക വേണ്ട. എന്താ പറയുക, ഓക്കെ ഇത്ര പഠിച്ചു തരുന്നില്ലേ, ഇനി കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ, ഓക്കെ ഇതൊക്കെ എനിക്ക് പറ്റും, ഇനിയിപ്പോൾ പഠിച്ചു തരുന്ന അത്ര മതി. സ്ട്രെസ്സ് എടുക്കാതെ നിങ്ങൾ പോയി എക്സാം എഴുതണം. പിന്നെ ലാസ്റ്റ് നിമിഷത്തിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളും കുറച്ച് നേരമൊക്കെ നോക്കിയിട്ട് എക്സാമിന് എഴുതണം. അതായത് ടീച്ചറൊക്കെ വരുന്നതിന് മുന്നേ ഒരു 3-4 മിനിറ്റ് മുന്നേ, മാക്സിമം 5 മിനിറ്റ് മുന്നേ നിങ്ങളൊന്ന് ബുക്കൊക്കെ അടച്ചു വെച്ച് ഒന്ന് കാമായിട്ടിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് വേണമെങ്കിൽ ഇൻട്രാക്ട് ചെയ്തോളൂ. എന്തൊക്കെ പഠിച്ചു വെച്ചപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ആവട്ടോ, കാരണം അത് നിങ്ങൾ ചോദിക്കേണ്ട. പക്ഷെ അവരിങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങളത് കേട്ടേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾ പറയണം അത് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി ഇങ്ങനെ എന്തൊക്കെയാണ് അതൊക്കെ. വല്ല ക്വസ്റ്റ്യൻസ് നിങ്ങൾ വേറെ എവിടെയും കിട്ടിയോ, ഒരു ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് ഷെയർ ചെയ്തിട്ടൊക്കെ പഠിക്കുക. അത് ലാസ്റ്റ് നിമിഷം ഒന്ന് ടീച്ച് ചെയ്യുന്ന പോലെയൊക്കെ നോക്കുക. ഞാൻ പഠിച്ചത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെയൊക്കെ നോക്കുക. നമ്മൾ സ്വയം ഇങ്ങനെ ഇങ്ങനെ കുത്തിയിരുന്ന് ബൈ ഹാർട്ട് ഇങ്ങനെ പഠിക്കുന്നതൊക്കെ അതാണ് ഒന്നും കൂടി ആ ഒരു മെത്തേഡ് ഒന്നും കൂടി നന്നായിരിക്കും തോന്നുന്നു. പിന്നെ ഓരോ സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സോ ട്രിക്സോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. ഫിസിക്സിനൊക്കെ എനിക്ക് ഉപകാരപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ലാസ്റ്റ് ടൈമിൽ. അപ്പോൾ അതൊക്കെ പറഞ്ഞു തരാൻ വെച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ കൂടുതൽ മാത്സൊക്കെ നന്നായി വർക്കൗട്ട് ചെയ്യുക, ഫിസിക്സ് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ എക്സാം ടൈമിൽ നല്ലപോലെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും സിമ്പിൾ അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇപ്പം നമുക്ക് തെറ്റൊന്നുമില്ല, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തെറ്റില്ല. പക്ഷെ പഠിച്ച് കഴിഞ്ഞ് എക്സാം എഴുതാൻ പോകുമ്പോഴാവും എല്ലാത്ത ടെൻഷനൊക്കെ കൂടിയിട്ട് നമുക്ക് എന്താ പറ്റുക, ആൻസർ ആയിട്ട് തെറ്റിപ്പോവുക. എന്നിട്ട് എക്സാം ഹോൾ എന്തായാലും ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ അതായിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് നിങ്ങൾ കൂളായിട്ടിരിക്കാനാണ് ഞാൻ പറയുന്നത്. എക്സാം ടൈമിൽ നിങ്ങൾ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ പിന്നെ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചു വെക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. കൂൾ ഓഫ് ടൈമിൽ പരമാവധി ആൻസേഴ്സ് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനെയും വായിച്ച് ഓർത്തെടുക്കാതെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, എങ്ങനെയാണ് എക്സാം എഴുതി തുടങ്ങേണ്ടത് എന്നുള്ളൊരു ധാരണ കൂൾ ഓഫ് ടൈമിൽ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ 10th കുട്ടികൾക്ക്, കാരണം ഞങ്ങൾ പഠിച്ചപ്പോഴത്തെ പോലെയല്ല, കുറച്ചുകൂടി ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടല്ലോ പ്രീവിയസ് ഇയർ ആയിട്ട്, ഒരു ഇയറത്തെ ഉള്ളെങ്കിലും അത് ധാരാളമാണ് നിങ്ങൾക്ക്, നല്ല അതുപോലെ യൂസ്ഫുള്ളാവും. അപ്പോൾ
നല്ല അതുപോലെ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, അതായത് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, പ്രീവിയസ് ഇയർ നോക്കുക. അതുപോലെ തന്നെ നമുക്ക് SCERTയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴിഞ്ഞ വർഷത്തെ കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കളക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൺ എക്സാമൊക്കെയാണ് വരുന്നത് ആഗസ്റ്റിൽ. അപ്പോൾ അതിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരു എക്സാമും ചെറുതായി കണക്കൂട്ടരുത്. കാരണം നിങ്ങൾ പറയും ഓൺ എക്സാം അല്ലേ, അത് കുഴപ്പമില്ല. നമുക്ക് ക്രിസ്മസ് പറയും മോഡൽ പറയും പബ്ലിക് കഴിഞ്ഞ് നമുക്കൊന്നും പറയാനില്ല. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കിളി എണ്ണിരിക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാ എക്സാമും സീരിയസ് ആയി എടുക്കുക. യൂണിറ്റ് ടെസ്റ്റിനൊക്കെ വരുമ്പോഴല്ലേ അതൊക്കെ നല്ലപോലെ പഠിക്കുക. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റിനൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒറിജിനൽ എക്സാമിന്, അതായത് ഓൺ എക്സാമിന് നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക വർക്ക് ചെയ്യേണ്ട, അതായത് നമുക്ക് പഠിച്ചതൊക്കെ ഓർമ്മ ഉണ്ടാവും. നമ്മൾ യൂണിറ്റ് ടെസ്റ്റിനൊക്കെ പഠിച്ചതൊക്കെ ഓർമ്മ ഉണ്ടാവും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പം നമ്മൾ വിചാരിക്കും ഓർമ്മയില്ല, പക്ഷെ നമുക്ക് എഴുതാൻ കിട്ടും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ടെൻഷനാണ് ഇവിടുത്തെ മെയിൻ വില്ലൻ. ടെൻഷൻ അടിച്ചാൽ ഉള്ളതും കൂടി മറന്നു പോകുന്ന ടൈം മാനേജ്മെൻറ്റ്, അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ടൈം മാനേജ്മെൻറ്റ് കേസിൽ വരികയാണെങ്കിൽ നമുക്ക് മലയാളത്തിലൊക്കെയാണ് ടൈം മാനേജ്മെൻറ്റ് വേണ്ടത്. മലയാളത്തിൽ എത്ര എഴുതിയാലും മതിയാവാത്തൊരു സബ്ജക്റ്റാണ് മലയാളം. കാരണം നമുക്ക് തോന്നും അയ്യോ ഇത്രയല്ലേ ആയുള്ളൂ, ഇത്ര എഴുതി നമുക്ക് 5 മാർക്ക് 7 മാർക്ക് കിട്ടും, നമുക്ക് കുറച്ചുകൂടി കൂടുതൽ എഴുതണ്ട. അങ്ങനെ വിചാരിച്ച് അവസാനം ടൈം അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് വെച്ച് ഇപ്പോഴേ ഒന്ന് എഴുതാൻ ശ്രമിച്ചു നോക്കുക. അതായത് ഓൺ എക്സാമിനൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, പെട്ടെന്ന് എഴുതി നോക്കുക. അപ്പം നമുക്ക് മാർക്ക് വരുമ്പോൾ അറിയാമല്ലോ, ഇങ്ങനെ എഴുതിയാലാണ് അപ്പോൾ അത്ര അതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഒരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് തരാനായിട്ട്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് വേണോ, എല്ലാ സബ്ജക്റ്റിനും കൂടി ഒറ്റൊരു വീഡിയോ വേണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.